ആഷാഢമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് ദേവശൈനി ഏകാദശി. ആഷാഢ ഏകാദശി ഹരിശൈനി ഏകാദശി എന്നും ഇതറിയപ്പെടുന്നുണ്ട്. ഇത്തവണ 2025 ജൂലൈ മാസം 6-ാം തീയതിയാണ് ദേവശൈനി ഏകാദശി വരുന്നത്. ചതുർമാസത്തിൻ്റെ തുടക്കമായിട്ടാണ് ഈ ഏകാദശി കണക്കാക്കപ്പെടുന്നത്. ആഷാഢ ഏകാദശി മുതൽ 4 മാസം മഹാവിഷ്ണു യോഗനിദ്രയിൽ പോവുകയും കാർത്തിക മാസത്തിലെ ഏകാദശിയിൽ ഉണരുകയും ചെയ്യുന്നതായിട്ടാണ് നമ്മളുടെ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ദിവസം മുതൽ എല്ലാ ഐശ്വര്യങ്ങളുടെയും ദാതാവായ മഹാവിഷ്ണു യോഗനിദ്രയിലായിരിക്കും. മഹാവിഷ്ണുവാണ് പ്രപഞ്ചത്തിൻ്റെ പരിപാലകൻ. അദ്ദേഹത്തിൻ്റെ കൃപയാലാണ് ലോകം മുഴുവനുമുള്ളത്. അതുകൊണ്ട് മഹാവിഷ്ണു യോഗനിദ്രയിൽ തുടരുമ്പോൾ മംഗളകരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ശുഭകരമല്ലെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ 4 മാസക്കാലം വിവാഹം, ഗൃഹപ്രവേശം, യജ്ഞം, ദാനം, ഗോദാനം എന്നിവയ്ക്ക് ഉചിതമായി കാണുന്നില്ല. ദേവശൈനി ഏകാദശി നാളിൽ വ്രതമനുഷ്ഠിക്കുകയും ശ്രീഹരിയെ യഥാവിധി പൂജിക്കുകയും ചെയ്യുന്നതിലൂടെ എല്ലാ പാപങ്ങളും ഇല്ലാതാവുകയും മഹാവിഷ്ണുവിൻ്റെ കൃപയാൽ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാവുകയും ചെയ്യും. ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഒരാൾക്ക് മോക്ഷം ലഭിക്കുകയും വൈകുണ്ഠത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയും ചെയ്യും. ദേവശൈനി ഏകാദശി മുതൽ 4 മാസക്കാലം ഭഗവാൻ യോഗനിദ്രയിൽ പോകുന്നത് കൊണ്ട് തന്നെ പഴങ്ങൾ, മധുര പലഹാരങ്ങൾ, ഭക്ഷ്യധാന്യങ്ങൾ എന്നിവ സമർപ്പിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കണം. ഏകാദശി തിഥി ആരംഭിക്കുന്നത് 2025 ജൂലൈ മാസം 5-ാം തീയതി സന്ധ്യയ്ക്ക് 6:58 മുതൽ 2025 ജൂലൈ മാസം 6-ാം തീയതി രാത്രി 9:14 വരെയാണ്. ഏകാദശിയും മഹാദ്വാദശിയും ചേർന്ന് വരുന്ന ഏറ്റവും പുണ്യമായ ദിവസമാണിത്. 2025 ജൂലൈ മാസം 6-ാം തീയതി നമ്മൾ ദേവശൈനി ഏകാദശിയായി ആഘോഷിക്കുന്നു. ചതുർമാസക്കാലത്തെ ഓരോ മാസത്തിലും ഓരോ ഭക്ഷ്യവസ്തുക്കൾ ഉപേക്ഷിക്കണമെന്നാണ്. അതായത് ഇലക്കറികൾ, തൈര്, ഉഴുന്ന്, വഴുതനങ്ങ മുതലായവ ഓരോ മാസങ്ങളിലായി ഉപേക്ഷിക്കണമെന്നാണ്. ഈ ഏകാദശിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഭവിഷ്യോത്തര പുരാണത്തിൽ കൃഷ്ണൻ യുധിഷ്ഠിരനോട് പറയുന്നുണ്ട്. വിഷ്ണു ഭക്തനായ മണ്ഡത രാജാവിൻ്റെ രാജ്യത്ത് 3 വർഷമായി വരൾച്ചയായിരുന്നു. എന്തൊക്കെ ചെയ്തിട്ടും വരൾച്ച മാറുന്നില്ല. അങ്ങനെ അങ്കിര മഹർഷി രാജാവിനോട് ദേവശൈനി ഏകാദശി അനുഷ്ഠിക്കാൻ പറയുകയും രാജാവും രാജ്യത്തെ സകല ജനങ്ങളും ദേവശൈനി ഏകാദശി അനുഷ്ഠിച്ചതിൻ്റെ ഫലമായി ആ രാജ്യത്ത് മഴ പെയ്തു എന്നുമാണ് കഥ. ഏകാദശി വ്രതം നമ്മൾ 3 ദിവസമാണ് എടുക്കുന്നത്: ദശമി, ഏകാദശി, ദ്വാദശി. ദശമി ദിവസം ഒരിക്കലൂണോടുകൂടിയാണ് ഏകാദശി വ്രതം ആരംഭിക്കുന്നത്. ദശമി ദിവസം ഉച്ചയ്ക്ക് 1 നേരം അരിയാഹാരം കഴിച്ചതിന് ശേഷം രാത്രി പഴങ്ങൾ എന്തെങ്കിലും മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഏകാദശി ദിവസം പകൽ ഉറക്കം പാടില്ല. ഭഗവാന്റെ നാമങ്ങൾ നമുക്കറിയാവുന്നത് ജപിക്കാവുന്നതാണ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഈ 16 നാമങ്ങൾ ജപിച്ചാൽ മാലിന്യങ്ങൾ അകന്ന് മനസ്സ് സൂര്യനെപ്പോലെ തെളിവുറ്റതാകും. ഇത് ജപിക്കുന്നതിന് ക്ലിഷ്ടമായ നിയമങ്ങളൊന്നും പാലിക്കേണ്ടതില്ല. ഈ നാമം നിരന്തരം ജപിക്കുന്ന ബ്രഹ്മഭക്തന്മാർ ബ്രഹ്മലോകത്തിലും, ശിവഭക്തന്മാർ ശിവലോകത്തിലും, വിഷ്ണുഭക്തന്മാർ വിഷ്ണുലോകത്തിലും എത്തിച്ചേരുമെന്നാണ് വിശ്വാസം. എപ്പോൾ വേണമെങ്കിലും ജപിക്കാവുന്ന മന്ത്രമാണെങ്കിലും ഏകാദശി ദിനത്തിൽ ഇത് ജപിക്കുന്നത് വളരെ ഉത്തമമാണെന്നാണ് വിശ്വാസം. അത് ഭഗവാന് ഏറെ പ്രിയപ്പെട്ട ഹരിവാസര സമയത്തെങ്കിൽ അതീവ ശ്രേഷ്ഠവുമാണ്. ഏകാദശിയുടെ ഏറ്റവും പ്രാധാന്യമേറിയ സമയമാണ് ഹരിവാസര സമയം. ആ സമയത്ത് ഭഗവാന്റെ സാന്നിധ്യം ഈ ഭൂമിയിൽ കൂടുതലായിരിക്കും. ഇപ്രാവശ്യം ഹരിവാസര സമയം വരുന്നത് ജൂലൈ 6 ഞായറാഴ്ച വൈകിട്ട് 3 മണി മുതൽ ജൂലൈ 7 രാവിലെ 3:40 വരെയാണ്. ദേവശൈനി ഏകാദശി ദിവസം നമ്മൾ ഭഗവാൻ മഹാവിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയെയും ആരാധിക്കേണ്ടതാണ്. ഹരിവാസര സമയം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പാരണ വീടുന്നത്. ഇപ്രാവശ്യം പാരണ വീടേണ്ട സമയം ജൂലൈ 7 5:51 മുതൽ 8:31 വരെയാണ്. തീർത്ഥം സേവിച്ച് പാരണ വീടാവുന്നതാണ്.
ദേവശയനി ഏകാദശി ദിവസം ഭഗവാന് താമരപ്പൂക്കൾ സമർപ്പിച്ചുകൊണ്ട് പൂജകൾ ചെയ്യുന്ന ഒരാൾക്ക് ത്രിമൂർത്തികളുടെയും അനുഗ്രഹം ലഭിക്കുമെന്നാണ് വിശ്വാസം. ചതുർമാസത്തിലെ 4 മാസങ്ങൾ എന്ന് പറയുന്നത് ശ്രാവണമാസം, ഭാദ്രപദ മാസം, അശ്വിനമാസം, കാർത്തിക മാസം എന്നിവയാണ്. ഈ മാസങ്ങളിൽ ഉപേക്ഷിക്കേണ്ട ഭക്ഷ്യവസ്തുക്കൾ എന്ന് പറയുന്നത് ശ്രാവണ മാസത്തിൽ ഇലവർഗ്ഗങ്ങൾ, ഭാദ്രപദ മാസത്തിൽ തൈര്, അശ്വിന മാസത്തിൽ പാല്, കാർത്തിക മാസത്തിൽ പരിപ്പ് വർഗ്ഗങ്ങൾ. ശ്രാവണ മാസം എന്ന് പറയുമ്പോൾ നമുക്ക് കർക്കിടക മാസമാണ്. കർക്കിടക മാസത്തിലാണ് പൊതുവേ നമ്മൾ മുരിങ്ങയിലകൾ അങ്ങനെയുള്ള ഇലക്കറികളൊക്കെ ഉപേക്ഷിക്കുന്നത്. അതുപോലെ തന്നെയാണ് ശ്രാവണ മാസത്തിൽ ഇലക്കറികൾ ഉപേക്ഷിക്കണമെന്ന് പറയുന്നത്. ഏകാദശി ദിവസത്തിൽ തുളസി പൂജയ്ക്കും വളരെ പ്രാധാന്യമുണ്ട്. ഏകാദശി ദിവസം തുളസി ഇലകൾ പറിക്കാൻ പാടില്ല, തലേ ദിവസം പറിച്ചു വെക്കേണ്ടതാണ്. ഈ ചതുർമാസത്തിൽ ഭഗവാൻ യോഗനിദ്രയിൽ പോകുന്നതിനെക്കുറിച്ച് നമ്മുടെ പുരാണങ്ങളിൽ ഒരുപാട് കഥകളുണ്ട്. ഇനി വ്രതമെടുക്കാൻ സാധിക്കാത്തവർക്ക് ഏകാദശി ദിവസം അരിയാഹാരം കഴിക്കാതിരുന്നാൽ മതി. അരിയാഹാരം ഉപേക്ഷിച്ചുകൊണ്ട് മറ്റുള്ള പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കാവുന്നതാണ്. കിഴങ്ങ് വർഗ്ഗങ്ങളും കഴിക്കാവുന്നതാണ്. പക്ഷേ ഉഴുന്ന് അതുപോലെയുള്ള ധാന്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വേണം വ്രതമെടുക്കാൻ. എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനമായി എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.